ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. പൊതുനിരത്തുകൾ, പൊതു റോഡുകൾ അത് ജനങ്ങൾക്ക് യൂസർ പേ പ്രിൻസിപ്പിൾ അനുസരിച്ച് നൽകേണ്ടവയല്ല. അവ നിർമ്മിച്ച് നൽകാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റുകളുടേതാണ് എന്നുള്ളതായിരുന്നു CPIM-ന്റെ കാഴ്ചപ്പാട്. ദേശീയപാത അതോറിറ്റി ടോൾ നിരക്ക് ഉയർത്തിയ ഘട്ടങ്ങളിലൊക്കെ CPIM-ഉം അനുബന്ധ സംഘടനകളും സമരം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ഹൈവേയിൽ ടോൾ ഏർപ്പെടുത്താനുള്ള ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ആന്ധ്രയിലെ CPM ഘടകം സമരം ചെയ്യുന്നുണ്ട് എന്നിരിക്കെ ഇതൊരു രാഷ്ട്രീയ നയം മാറ്റം കൂടിയാണല്ലോ. ഇത് രാഷ്ട്രീയമായി എങ്ങനെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേരളത്തോട് കാണിക്കുന്ന കടുത്ത സാമ്പത്തിക ഉപരോധത്തെ, നിഷേധാത്മകമായ സമീപനത്തെ മറികടക്കാം? കിഫ്ബി വഴി കേരളമുണ്ടാക്കിയ ഒരു ബൃഹത്തായ അടിസ്ഥാന സൗകര്യ മേഖലയുണ്ട്. കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ, കേരളത്തിൻ്റെ വളർച്ചയിൽ വമ്പിച്ച, ഞെട്ടിപ്പിക്കുന്ന, വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് കിഫ്ബിയാണെന്ന് നമുക്കറിയാം. കേരളം എപ്പോഴും ചർച്ച ചെയ്ത് എന്താണ്? അടിസ്ഥാന സൗകര്യ രംഗത്ത് നിക്ഷേപിക്കാൻ നമുക്ക് പണയില്ല. നമ്മുടെ റവന്യൂ വരുമാനം മുഴുവൻ എന്താണ്? ശമ്പളവും പെൻഷൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്താണ്? സർക്കാർ ജീവനക്കാരെ ഒഴിവാക്കണം, ഡൗൺ സൈസിങ് സർക്കാർ ഗവൺമെൻറ് കൊണ്ടുവരണം, സേവന മേഖലകളിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണം. ഈ അടിസ്ഥാന സൗകര്യ രംഗത്ത് നിക്ഷേപം നടത്താൻ കഴിയാത്തത് ഇത്തരം സേവന മേഖലയ്ക്ക് പണം ചെലവാക്കുന്നത് കൊണ്ടാണ് എന്ന വാദമാണല്ലോ ചിരപുരാതന കാലം മുതൽ ഇവിടുത്തെ വലതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, റവന്യൂ ഉപയോക്താവ് പണം നൽകി ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. താങ്കൾ പറഞ്ഞല്ലോ, സേവനങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. സേവനങ്ങളൊന്നും ഫ്രീ അല്ല, യു പേ ആൻഡ് യൂസ്. ആ പേ ആൻഡ് യൂസ് സംവിധാനത്തിലേക്ക് സർക്കാർ അതിന്റെ ഫെസിലിറ്റേറ്ററായി വരുമ്പോൾ താങ്കൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ പറയട്ടെ, സംസ്ഥാന സർക്കാർ ഈ അടിസ്ഥാന സൗകര്യ രംഗത്ത് നിക്ഷേപം നടത്താനുള്ള വരുമാനമോ, ആ വരുമാനം നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ടും നമ്മുടെ എല്ലാ വരുമാന നികുതി സാധ്യതകളെയും കേന്ദ്രം കവർന്നെടുക്കുകയാണ്. നമുക്ക് വായ്പ എടുക്കാനുള്ള അവകാശങ്ങളെപ്പോലും ഇല്ലാതാക്കുന്ന കിഫ്റ്റി ഫണ്ട് പോലും വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ, ഈ സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദമാണ് ഇത്തരം സ്വന്തമായ രീതിയിൽ തന്നെ വരുമാന ഉൽപ്പാദനത്തിനുള്ള വഴി കണ്ടെത്തേണ്ട അവസ്ഥ കിഫ്റ്റിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കിഫ്റ്റി വായ്പ എടുത്തിരിക്കുന്ന, കിഫ്റ്റി നിക്ഷേപം നേടിയിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ തിരിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ തിരിച്ചു കൊടുക്കണമെങ്കിൽ കിഫ്ബിക്ക് വരുമാനം ഉണ്ടാകണ്ടേ? കിഫ്ബിക്ക് വരുമാനം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് ആ രീതിയിൽ അതിലേക്ക് പമ്പ് ചെയ്യാൻ ഒരർത്ഥത്തിലും എന്താണ് വിഭവ സമാഹരണം, പണസമാഹരണം നടത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയട്ടെ, ഈ ആലോചന ഉണ്ടായില്ലേ? കിഫ്ബി എങ്ങനെയാണ് എടുത്ത കടം തിരിച്ചടയ്ക്കുക എന്നുള്ളത് അന്ന് തന്നെ പ്രതിപക്ഷം ചോദിച്ചതാണല്ലോ. അന്ന് തോമസ് ഐസക് എങ്ങനെ അടയ്ക്കും എന്നുള്ളത് വിശദീകരിക്കുകയും ചെയ്തു. അല്ല, തിരിച്ചടക്കാൻ പെട്രോൾ സെസ് തൊട്ട് തിരിച്ചടക്കാൻ നമ്മൾ പെട്രോൾ സെസ് തൊട്ട് നിരവധി വരുമാന വർഗ്ഗങ്ങൾ കിഫ്ബിയിലേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം ഇന്നത്തെ വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ ഈ നേട്ടങ്ങളെ നമുക്ക് സംരക്ഷിച്ച് ഇപ്പോൾ കിഫ്ബി ഇട്ടിരിക്കുന്ന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ കിഫ്ബിയെ ഒരു വരുമാന ഉൽപ്പാദന സംവിധാനമായിട്ട് മാറ്റേണ്ടതുണ്ട്. അത് നയത്തിൽ നിന്നുള്ളൊരു മാറ്റമല്ല. ഇന്നത്തെ സാഹചര്യം, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധാത്മകമായ സമീപനം നമ്മളെ നിർബന്ധിക്കുന്ന ഒന്നാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ കേരള സർക്കാർ ആലോചിക്കുന്നു. ആ ആലോചന സ്വാഭാവികമായിട്ടും എന്താണ്? കാലാനുസൃതമായ ഒരു മാറ്റത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ മാറ്റം ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ, ജനങ്ങൾക്ക് ബാധ്യതകൾ ഉണ്ടാവാതെ എങ്ങനെ ഈ ബൃഹത്തായ നേട്ടങ്ങളെ സംരക്ഷിക്കാൻ, ഈ നേട്ടങ്ങളെ കൂടുതൽ വിപുലപ്പെടുത്താൻ എങ്ങനെ കഴിയുമെന്നുള്ളതാണ്. അത് ഒരു വളരെ പരീക്ഷണാത്മകമായ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരിധിക്കകത്തു നിന്നുള്ള വളരെ പരീക്ഷണാത്മകമായ ഒരു ഇടപെടലാണ് ഇടതുപക്ഷം കിഫ്ബി വഴി നടത്തിയത്. കിഫ്റ്റിയെ നിലനിർത്താൻ, കിഫ്റ്റിയെ തകർക്കാനാണല്ലോ എല്ലാവരും ആകെ. BJP-ക്കാർ മാത്രമല്ലല്ലോ. ഇവിടെ എന്താണ്? BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ UP-യുടെ കാലത്തുള്ളൊരു സൗകര്യമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി സ്വന്തമായി വായ്പ എടുക്കുന്ന, സ്വതന്ത്രമായി ഫണ്ട് കണ്ടെത്തുന്ന, നിക്ഷേപം കണ്ടെത്തുന്ന ഒരു സ്ഥാപനമല്ലേ? എന്നാൽ കേരളത്തിലെ ഒരു പൊതുമേഖല ഇത്തരം ഒരു സ്ഥാപനം എന്താണ്? അതിന് സ്വതന്ത്രമായി വായ്പ എടുക്കാനോ പണം കണ്ടെത്താനോ ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും നിഷേധിക്കുന്ന തരത്തിൽ അതിനെതിരായിട്ട് എന്തെല്ലാം ദുഷ്പ്രചരണങ്ങളാണ് നടന്നത്. ആ ദുഷ്പ്രചരണങ്ങളുടെ ഒക്കെ ഒരു സാഹചര്യത്തിൽ അത് മുന്നോട്ട് പോയി കേരളം വളരെ കഴിഞ്ഞ ഒരു 5-8 വർഷക്കാലം കൊണ്ട് കേരളം മഹത്തായ നേട്ടങ്ങളാണ് നേടിയത്. ആയിരക്കണക്കിന് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യമാണ് വികസിപ്പിച്ചത്. ഇവിടെ ചോദ്യം ഒന്ന് നയം മാറ്റമല്ല
എന്ന് താങ്കൾ വിശദീകരിച്ചു. നയമാറ്റമല്ല എന്നല്ല വിശദീകരിച്ചത്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഇങ്ങനെയാണ്, കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം തരുന്നില്ല, ഈ സംവിധാനത്തെ നിലനിർത്തണ്ടേ എന്നുള്ള ചോദ്യമാണ് താങ്കൾ ഉന്നയിച്ചത്. ഓക്കെ, ജനത്തിന്റെ ആംഗിളിൽ നിന്ന് ആലോചിക്കും. ഇപ്പൊ കിഫ്ബിയുടെ വരുമാന മാർഗം താങ്കൾ തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ വണ്ടി വാങ്ങുമ്പോൾ കൊടുക്കുന്ന മോട്ടോർ വാഹന നികുതിയുടെ വിഹിതം കിഫ്ബിക്ക് പോകുന്നുണ്ട്. നമ്മളെല്ലാവരും പെട്രോൾ അടിക്കുമ്പോൾ ഉള്ള സെസ് കിഫ്ബിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ വാഹനമുള്ളവനാണല്ലോ വാഹനം എടുത്ത് വീണ്ടും റോഡിൽ ഇറങ്ങുന്നത്. അപ്പോൾ വാഹനം വാങ്ങിയപ്പോൾ കൊടുത്ത മോട്ടോർ വാഹന നികുതി തൊട്ട് പെട്രോൾ അടിക്കുമ്പോൾ ഉള്ള സെസ് വരെ ഈ പറഞ്ഞ റോഡിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ആളിൽ നിന്നാണ് വീണ്ടും യൂസർ ഫീ പിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡബിൾ ടാക്സേഷനായി. അല്ല അഭിലാഷേ, ഞാനും അഭിലാഷും ആദർശാത്മകമായി അഭിലഷിക്കുന്ന തരത്തിൽ ഒരു നയം ഈ മുതലാളിത്ത വ്യവസ്ഥക്കകത്ത് ഒരു സംസ്ഥാന സർക്കാരിന് നടപ്പാക്കാൻ കഴിയുമോ? സംസ്ഥാന സർക്കാരിന് മുതലാളിത്ത നിയോ ലിബർ നയങ്ങൾ പിന്തുടരുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന് കീഴിലാണ് നമ്മൾ ഇത് നടപ്പാക്കുന്നത്. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ എല്ലാ റോഡുകൾക്കും ടോളില്ലേ? ടോളില്ലാത്ത എന്താ ഉള്ളത്? അപ്പോൾ അതൊരു വ്യവസ്ഥാപിത സംവിധാനമാകുമ്പോൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാരിന് കിഫ്ബി പോലുള്ള ഒരു സംരംഭത്തെ സ്വതന്ത്രമായ ഒരു വരുമാന ഉൽപ്പാദന സ്ഥാപനമാക്കി മാറ്റണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ധനവകുപ്പും ഗവൺമെന്റും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചനയിലാണ്, തീരുമാനമായിട്ടില്ല. നാളെ തീരുമാനം എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും അത്തരം ഒരു ആലോചന സർക്കാർ നടത്തുന്നുണ്ട്. ശരി.